ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അടുത്ത ലേണിംഗ് മൊഡ്യൂളിലേക്ക് പോകാം. ഈ മൊഡ്യൂളിന്റെ പേരാണ് സിമുലേഷൻ മെത്തേഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ വരെ തിയററ്റിക്കൽ ആയിട്ട് എങ്ങനെയാണ് റിസ്ക് റിട്ടേൺ കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിച്ചത്. പോർട്ട്ഫോളിയോയുടെയും ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി റിയൽ ലൈഫിൽ യൂസിങ് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു അസംഷൻസ് അല്ലെങ്കിൽ പല പല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ആക്ച്വൽ റിയൽ ലൈഫ് സിനേറിയോയിൽ ഒരു അസറ്റിന്റെ ഫ്യൂച്ചർ റിസ്കും റിട്ടേണും കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. So far we were dealing with theoretical things. Now we are going to enter the real life scenarios, how every metric from return to risk is calculated. It is pure statistics from here on. Lots of theory. Let us try to understand each one of them. അതായത് കുറെ തിയറി പറയും, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് എക്സാമിന് പ്രിപ്പയർ ആവുക. അല്ലാതെ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഫൈനാൻസിലേക്ക് പോകാനുള്ളവർ ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കാം. അല്ലാതെ ഇക്വിറ്റി സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഫിക്സ്ഡ് ഇൻകം സൈഡിൽ വർക്ക് ചെയ്യാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ തിയറി മാത്രം പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാർട്ടിനെ പറ്റിയാണ്. ഇത്രയും നേരം നമ്മൾ ഡീൽ ചെയ്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. ഇനി ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കാണാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എവിടെയാണ് ഉപയോഗിച്ചത്? അസറ്റ് റിട്ടേൺസ് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തിയത്. അതായത് അസറ്റിന്റെ റിട്ടേൺസ് വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത്. അപ്പം റിട്ടേൺസിന്റെ പ്രത്യേകത എന്താണ്? നെഗറ്റീവ് റിട്ടേൺസും ആവാം, പോസിറ്റീവ് റിട്ടേൺസും ആവാം. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത്. ഇനി റിട്ടേൺസ് അല്ല, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അസറ്റിന്റെ പ്രൈസ് ആണ്. ഡയറക്ട്ലി അസറ്റിന്റെ പ്രൈസ് ഫ്യൂച്ചറിൽ എത്ര ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വർക്ക് ആവില്ല. അവിടെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റിട്ടേൺസ് നെഗറ്റീവും പോസിറ്റീവും ആവാം, പക്ഷെ ഒരു അസറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ബി 0 ഓർ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വേറൊരു അസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റിട്ടേൺസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിട്ടേൺസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നത്. എല്ലാ അസറ്റ് പ്രൈസിംഗ് മോഡൽസിലും കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്, അതായത് FV = PV × 1 + R the whole raised to T എന്നുള്ള ഇക്വേഷൻ അല്ല, FV = PV × e⁻RT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിരുന്നു FV = PV × e⁻RT. അപ്പം FV ഡിവൈഡഡ് ബൈ PV എന്ന് പറയുന്നത് e⁻RT. T1 ഹോൾഡിംഗ് പീരീഡ്, ഒരു സിംഗിൾ ഹോൾഡിംഗ് പീരീഡ് ആണെങ്കിൽ T1 ആവും. അങ്ങനെയാണെങ്കിൽ ln നാച്ചുറൽ ലോഗരിതം ഓഫ് FV ഡിവൈഡഡ് ബൈ PV ആണ് ഇവിടത്തെ കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചതാണ്. എനിവേസ്, so far we were dealing with asset returns. Now we are going to play with asset prices. Unlike asset returns, which can be positive and negative, asset prices can only have positive values. Also, talking about the returns, we will now be dealing with continuously compounded returns defined by FV = PV × e⁻RT and not FV = PV × 1 + R the whole raised to T. Why? Because all the asset pricing models are based on this continuously compounded method അല്ലെങ്കിൽ natural logarithm. R ഈ continuously compounded return ആയിട്ടുള്ള R നെയാണ് നമ്മൾ natural logarithm of future price divided by the previous price അല്ലെങ്കിൽ current price divided by the previous price എന്ന് വിളിക്കുന്നത്. ഫോർ അസറ്റ് റിട്ടേൺസ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, പോസിറ്റീവും നെഗറ്റീവും പോസിബിൾ ആണ്. അസറ്റ് പ്രൈസസിന് നമ്മൾ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുക്കുന്നത്. ഇവിടെ വാല്യൂസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ലോഗ് നോർമൽ എന്ന് പറയുന്നത് ലോഗ് ഓഫ് നോർമൽ ആണ്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എവിടെ വരുന്നത്? അസറ്റ് റിട്ടേൺസ്, അതായത് ലോഗരിതം ഓഫ് അസറ്റ് റിട്ടേൺസ്. ഒരു അസറ്റ് റിട്ടേൺസിന്റെ അഥവാ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോഴാണ് നമുക്ക് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ln of FV ഡിവൈഡഡ് ബൈ PV = R എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ലോഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ = ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് ദ നാച്ചുറൽ ലോഗരിതം, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇഫ് ദ നാച്ചുറൽ ലോഗരിതം ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, then that random variable follows a log normal distribution. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ നാച്ചുറൽ ലോഗരിതം ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ പറയുന്ന വേരിയബിൾ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. അതായത് ln FV
divided by PV is equal to R എന്ന് നമ്മൾ പഠിച്ചു. അതായത് R എന്ന് പറയുന്നതാണ് റിട്ടേൺസ് എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് ഇവിടെ പറയുന്നത് if the natural logarithm of a random variable FE divided by PV is normally distributed, അതായത് ln of FE divided by PV is equal to R is equal to normally distributed ആണെങ്കിൽ, R normally distributed ആണെങ്കിൽ, then that random variable, അതായത് FE divided by PV എന്ന് പറയുന്ന ഐറ്റം അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ലോഗ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇതാണ് ഒരു ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ലോവർ എൻഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് റൈറ്റിലേക്ക് സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ആൻഡ് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഡേറ്റ അല്ല, ഇത് സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു നോട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ ബൈ 0, ഇറ്റ് ഇസ് സ്ക്യൂഡ് ടു ദ റൈറ്റ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, എക്സാമിന് വരുന്ന പോയിന്റ്സ് ആണ്. ഇറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ ബൈ 0, ഇറ്റ് ഇസ് സ്ക്യൂഡ് ടു ദ റൈറ്റ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ 2 parameters, only 2 parameters which are mean and sigma, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇറ്റ്സ് അസോസിയേറ്റഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ചിട്ടാണ് ഈ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ 2 parameters ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് മീൻ ഓഫ് എ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു e raised to mu plus sigma squared by 2 and standard deviation of variance of a log normal distribution is equal to e raised to 2 mu plus sigma squared into e raised to sigma squared minus 1. ഇത് കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഒരു ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും വെച്ചിട്ടാണ്, 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ട്. വൈ വി യൂസ് ലോഗ് റിട്ടേൺസ്? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പം വെറും റിട്ടേൺസ് അല്ല, R അല്ല എടുക്കുന്നത്, നമ്മൾ ഇവിടെ ln ലോഗ് ഓഫ് റിട്ടേൺസ് ആണ് എടുക്കുന്നത്. അഥവാ ln ഓഫ് FV ഡിവൈഡഡ് ബൈ PV എന്ന് പറയുന്ന ഒരു റിട്ടേൺ വാല്യൂ ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എടുക്കുന്നത്. സോ എന്താണ് ഈ ലോഗ് ഓഫ് റിട്ടേൺസ് എടുക്കുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ യൂസ് എന്താണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 100 രൂപയിൽ ഇരിക്കുന്ന ഒരു അസറ്റ് 10% കുറഞ്ഞാൽ അത് 90 rupees ആയി. ആ 90 rupeesലുള്ള അസറ്റ് തിരിച്ച് 10% കൂടിയാൽ അത് ഒരിക്കലും 100 എത്തത്തില്ല, അത് അതിനേക്കാൾ കുറഞ്ഞ 99 എന്ന് പറയുന്ന ഒരു വാല്യൂലേ എത്തത്തുള്ളൂ. സോ ഈ 90 എന്ന് പറയുന്ന പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ FE is equal to PV into 1 plus R the whole raised to T ഒക്കെ ഇട്ട് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു സമയം എടുക്കും. അത് എക്സ്പോണൻഷ്യൽ ഉണ്ട്, കാരണം 1 plus R the whole raised to T എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ലോഗരിതം ഓഫ് ദി കറന്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ദ പ്രീവിയസ് പ്രൈസ് എടുക്കും. അതായത് വി ടേക്ക് ദ നാച്ചുറൽ ലോഗരിതം ഓഫ് റിട്ടേൺ സോ ദാറ്റ് വി ക്യാൻ ആഡ് ദം അപ്പ്. നമുക്ക് ഇതിനെ എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ദിവസം 100 രൂപയിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ് ഓരോ ദിവസവും ചേഞ്ച് ആയി 5ാമത്തെ ദിവസം അത് 99 rupeesലേക്ക് വന്നെത്തി. സോ ഇതെന്ന് പറയുന്നത് ഇതിന്റെ നാച്ചുറൽ ln ഓഫ് FE ഡിവൈഡഡ് ബൈ PV ആണ്. ln ഓഫ് 110 ഡിവൈഡഡ് ബൈ 100, ln ഓഫ് 95 ഡിവൈഡഡ് ബൈ 110 എന്ന് പറയുന്നത് -0.10, അതായത് ln 90 by 95, ln 99 by 99. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പീരീഡിലുള്ള നാച്ചുറൽ ലോഗരിതം ഓഫ് ദ റിട്ടേൺസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് നാച്ചുറൽ ലോഗരിതം ഓഫ് 99 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് ഈക്വൽ ആണ്. അതായത് നമുക്ക് ഓരോ പീരീഡിലെ റിട്ടേൺസും ആഡ് ചെയ്ത് വരാം നമുക്ക് അതിന്റെ ഫൈനൽ റിട്ടേൺസ് എത്താൻ വേണ്ടിയിട്ട്. ഇത് ലോഗരിതമിക് റിട്ടേൺ ആണ്. അപ്പൊ ഇവിടുത്തെ ഫൈനൽ വാല്യൂ ഇപ്പൊ 100 into 1 plus minus 0.01005 ചെയ്യുമ്പോൾ നമുക്ക് 99 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അഥവാ ln 99 by 100 is equal to ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ഡേയ്സിന്റെയും റിട്ടേൺ. കൺഫ്യൂസിങ് ആണ്, എനിക്കറിയാം. ജസ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ വെച്ചിരുന്നാൽ മാത്രം മതി. ക്വാണ്ടിറ്റേറ്റീവ് ഫൈനാൻസിലേക്ക് താല്പര്യമുള്ളവര് ഇത് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് പഠിക്കണം. What the theory is stating that if the individual values, അതായത് ഓരോ ദിവസത്തെയും logarithmic returns are normally distributed, then ln of 99 by 100, അതായത് ഫസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ അതിന്റെ ഫുൾ പീരീഡിന്റെ റിട്ടേൺസും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇൻഡിവിജ്വലി ഉള്ള റിട്ടേൺസ്
എല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഒരു ഗ്രാഫ് ഉണ്ടാക്കി അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ആ ഫുൾ പീരീഡിലുള്ള റിട്ടേൺസും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നതാണ് തിയറി പറയുന്നത്. നമുക്ക് ഒരിക്കലും 4 വാല്യൂസ് കൊണ്ട് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് തിയറിക്ക് വേണ്ടി അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ഡേയ്സിലുള്ള റിട്ടേൺസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയി അതിന്റെ മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർഡും ആണെന്ന് വെച്ചിരിക്കുക. അതായത് ഇൻഡിവിജ്വൽ ഡേയ്സിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ പീരീഡിലുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇൻഡിവിജ്വൽ റിട്ടേൺസിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മ്യൂ ഇൻറ്റു ഫുൾ ടൈം പീരീഡ് ടി, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർഡ്, അതായത് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സിഗ്മ സ്ക്വയർഡ്, ഇൻഡിവിജ്വൽ റിട്ടേൺസിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഇൻറ്റു ടി, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ സിഗ്മ ഇൻറ്റു റൂട്ട് ടി. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ ഈ സിഗ്മ ഇൻറ്റു റൂട്ടിനെയാണ് നമ്മൾ എല്ലാ ദിവസവും വോളറ്റൈലിറ്റി എന്ന് വിളിക്കുന്നത്. സിഗ്മ ഇൻറ്റു റൂട്ടി ആണ് വോളറ്റൈലിറ്റി. ഇറ്റ് മെഷേഴ്സ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിട്ടേൺസ് ഓൺ ദി അണ്ടർലൈങ് അസറ്റ്. സോ വോളറ്റൈലിറ്റി എന്ന് ആര് ചോദിച്ചാലും പറയുക it is the standard deviation of the continuously compounded returns on the underlying returns. നമ്മൾ ഇവിടെ എടുത്ത അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഇതും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വാട്ട് ഈസ് ദ അസംഷൻ ദാറ്റ് വി ടുക്ക് ഹിയർ? ദാറ്റ് ഓൾ ദീസ് റിട്ടേൺസ്, അതായത് ഈ ഓരോ റിട്ടേൺസും ലോഗരിതമിക് റിട്ടേൺസ് ആർ ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻഡിപെൻഡന്റ്ലി എന്ന് വെച്ചാൽ ഇന്നത്തെ റിട്ടേൺ വെച്ചിട്ട് വി കനോട്ട് പ്രെഡിക്ട് നാളത്തെ റിട്ടേൺ. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വെച്ചാൽ mean and variance of the return do not change from period to period. അതായത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും അങ്ങ് ഓരോ പീരീഡിൽ നിന്നും വേറൊരു പീരീഡിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ടേംസ് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്തതിൽ നമുക്ക് മോണ്ടെ കാർലോ സിമുലേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു.